PSC-യിൽ അടുത്ത കാലത്തായി നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പലപ്പോഴും പൊതുജന മധ്യത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പുതിയ ഈ ഡെവലപ്മെന്റ്സുകൾ എങ്ങനെ വിലയിരുത്താം? നമുക്ക് ശ്രീ സാബു ജോസ്, പ്രോ ലൈഫ് ഗ്ലോ ലൈഫ് ഫെലോഷിപ്പ് ചെയർമാൻ, അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ സാബു ജോസ്, എങ്ങനെ വിലയിരുത്താം ഈ കാര്യങ്ങളെ? കുറച്ച് നാളുകളായി PSC-യിൽ ഉള്ളിൽ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തലുകൾ, അതുപോലെ തന്നെ പലയിടങ്ങളിലും വിമർശനങ്ങൾ അടക്കം ഉയരുന്ന സാഹചര്യമുണ്ട്, അഴിമതികളെ കുറിച്ച് അടക്കം. എങ്ങനെ വിലയിരുത്താം ഈ കാര്യങ്ങളെ? വളരെ ദുഃഖകരമാണ്. കാരണം നമുക്ക് കേരളത്തില് അധികം പരാതിയില്ലാതെ അടുത്തകാലം വരെ അല്ലെങ്കിൽ ഏറെ വർഷങ്ങൾ മുമ്പ് വരെ പോയിക്കൊണ്ടിരുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ അത് നമ്മുടെ യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഒരു ഭാവി പ്രതീക്ഷ, നന്നായി പഠിച്ചാൽ, പരീക്ഷ എഴുതിയാൽ സർക്കാർ ജോലി കിട്ടുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ ഇപ്പൊ വർഷങ്ങളായിട്ട് അത് രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും അല്ലെങ്കിൽ സാമ്പത്തിക സ്വാധീനമുള്ളവർക്കും ഒക്കെ കടന്നു കയറാവുന്ന ഒരു സംവിധാനമാണ് അത്. പേഴ്സണൽ സർവീസ് കമ്മീഷൻ താല്പര്യമുള്ളവരുടെ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉയർന്നു വരികയാണ് വർഷങ്ങളായിട്ട്. നമുക്കറിയാം, PSC-യുടെ നിയമനങ്ങൾ നടക്കുന്നത് കാര്യക്ഷമത നോക്കിയിട്ട് മാത്രമൊന്നുമല്ല. ഇപ്പോഴും നിലവിലുള്ള PSC-യില് മുഴുവൻ ഇടതുപക്ഷ മുന്നണിയുടെ നോമിനികളാണ്. അപ്പോ ഇനിയിപ്പോ UDF വന്നതിന് ശേഷം പോലും അവരുടെ ആലോചനകളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു 5 പേരെ അവർക്ക് നിയമിക്കാൻ പറ്റും. അപ്പൊ ഏകപക്ഷീയമായ ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ ആൾക്കാര് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലും എല്ലാവരും വന്നാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. എങ്കിൽ പോലും അവര് ഇതിന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന മുതൽ നിയമനം വരെയുള്ള പ്രക്രിയ സുതാര്യമാകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു വലിയ സംവിധാനത്തിന്റെ ആ നേതൃത്വരംഗത്തിരുന്നവരൊക്കെ വലിയ മാഹാത്മ്യത്തോടെ ഉത്തരവാദിത്വം ചെയ്തവരാണ് കേരളത്തില്. അതുകൊണ്ട് പരാതിക്ക് പരിഭവം ഇല്ലായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങളായിട്ട് ആ പരീക്ഷയുടെ നടത്തിപ്പ്, ചോദ്യപേപ്പർ, ഇവാലുവേഷൻ, പിന്നീട് നടക്കുന്ന മുഖാമുഖ അഭിമുഖം, ഇതൊക്കെ ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവരെ കുടിയിരുത്തുന്നതിനുള്ള ഒരു സാഹചര്യമായി മാറിയെന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഒരു സർക്കാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്, ഒരു മുന്നണിയുടെ. നമ്മൾ ആ സർക്കാരിനെയോ മുന്നണിയോ വിമർശിക്കുകയല്ല. എന്നാൽ പുറത്തു വരുന്ന പല കാര്യങ്ങളും, പരീക്ഷ എഴുതുക, വളരെ പ്രതീക്ഷ ഒട്ടുമില്ലാത്തവരെയൊക്കെ നിയമിക്കപ്പെടുകയും യാതൊരു വിധത്തിലും സാധ്യതയില്ലെന്ന സാഹചര്യത്തിലാണ് പരാജയയുടെ ഒരു പ്രളയം വന്നത്. നമുക്കറിയാം, ഇന്ന് ആസൂത്രണ ബോർഡിന്റെ വിവാദ നിയമനത്തില് പരീക്ഷാരേഖകൾ പുറത്തുവിടുവാന് അത് മാർക്ക് ലിസ്റ്റും അവരുടെ എന്താ പറയാ വിവരങ്ങളെല്ലാം തന്നെ എല്ലാവരുടെയും പട്ടിക അടക്കമുള്ള പുറത്തുവിടുവാനുള്ള വിവരാവകാശ കമ്മീഷന്റെ ഒരു ആഹ്വാനം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് പുറത്തു വരുമ്പോൾ കുറെ പേരെങ്കിലും പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പൊ PSC-യുടെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. സംശയങ്ങൾക്ക് ഒരു ഇടം കൊടുക്കാൻ പാടില്ല. കാരണം ചെറിയ സംശയമാണെങ്കിൽ പോലും അത് ദൂരീകരിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന്, അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ നമ്മുടെ യുവജനങ്ങള് അവര് വിദേശത്തേക്ക് പോവുകയാണ്. അവർ കേരളത്തിൽ പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ, ഇല്ല, കേരളത്തില് അർഹതയുള്ളവർക്ക് സാധ്യതയുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഗൗരവമായ ഒരു അന്വേഷണ പ്രക്രിയ സർക്കാർ, സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് രാഷ്ട്രീയമോ ഭരണപരമോ സ്വാധീനിക്കാൻ കഴിയുന്നത് ആകരുത്. പൂർണ്ണ സ്വകാര്യത പരീക്ഷാ നടത്തിപ്പില്, മൂല്യനിർണയത്തില്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതില് ഉണ്ടാകണം. അതിലൊക്കെ വീഴ്ച വരുന്നുണ്ട്. മാനുഷികമായ ഇടപെടൽ, നമുക്കറിയാം, ഇത് അങ്ങ് ആകാശത്തും സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് വന്ന ചോദ്യം താഴോട്ട് വന്ന് അത് എവിടെയോ ചെന്ന് അത് വിലയിരുത്തപ്പെട്ട് ഒന്നുമല്ല. മനുഷ്യകരങ്ങൾ കൃത്യമായി അതിന്റെ പിന്നിലുണ്ട്. അതിന്റെ പുറകെ പോയി ചോദ്യപേപ്പർ ചോർത്തുവാനും, പിന്നീട് മൂല്യനിർണ്ണയം നടത്തുന്നവർക്ക് ഇടപെടുവാനും, പിന്നീട് അഭ്യൂഹം നടത്തുന്നവർക്കൊക്കെ സ്വാധീനിക്കുവാനും, പിന്നീട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നിടത്തും ഇടപെടാനും ഒക്കെ കഴിവെന്നല്ല പറയാ, മോശമായ കാഴ്ചപ്പാടുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചോദ്യപേപ്പറിന്റെ തയ്യാറാക്കുന്ന മുതൽ ഡാറ്റ സുരക്ഷ, സൈബർ ഓഡിറ്റ്, ഇതൊക്കെ അനിവാര്യമായിരിക്കുന്നു. സമയബന്ധിതമായ പരീക്ഷ നടത്തിപ്പും നിയമനവും ഒക്കെ കാലതാമസമില്ലാതെ നടക്കേണ്ട സാഹചര്യങ്ങളാണ്. പരാതി പരിഹാര സംവിധാനം, അത് ഉദ്യോഗാർത്ഥികൾക്ക് സംശയത്തിന് ഇടം വരാതെ പരാതി കൊടുക്കാൻ മാത്രമല്ല, ആ പരാതിക്ക് പരിഹാരം കാലതാമസമില്ലാതെ ലഭിക്കുന്ന സാഹചര്യം കൂടെ സംജാതമാക്കാൻ പുതിയ സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഉത്തരസൂചികയുടെ മാർക്ക്
കഴിയുന്നത്ര പരീക്ഷകളിൽ അന്തിമ ഉത്തരസൂചികയും മാർക്ക് വിവരങ്ങളും ലഭിക്കാൻ പിന്നീട് സാഹചര്യം ഉണ്ടാകണം. പതിവ് ഓഡിറ്റ്, പരീക്ഷാ നടപടിക്രമങ്ങള്, സാങ്കേതിക സംവിധാനങ്ങളൊക്കെ സ്വതന്ത്ര ഓഡിറ്റ് നടത്തേണ്ടത് ആവശ്യമാണ്. അഴിമതിക്ക് 0 സഹിഷ്ണുത എന്ന കാഴ്ചപ്പാട് വേണം. നിയമലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർ, ഇടനിലക്കാർ കർശനമായി ശിക്ഷിക്കപ്പെടുമെന്ന സാഹചര്യം ഈ നാളുകളിൽ സർക്കാർ അത് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം, ദീർഘകാലമായ കാത്തിരിപ്പ്, അനിശ്ചിതത്വം ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ക്രമീകരണവും ആവശ്യമാണ്. മാത്രമല്ല, നിരവധി പരിഷ്കാര നിർദ്ദേശങ്ങൾ ഇത്തരം ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ PSC-യിൽ പ്രവർത്തന പരിചയമുള്ളവര് ഒക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് സർക്കാർ പരിഗണിക്കണം. മാത്രമല്ല, AI അധിഷ്ഠിത തട്ടിപ്പ് കണ്ടെത്തുവാനുള്ള നമുക്ക് ഇടപെടാൻ എളുപ്പമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ നിയമനത്തില് അല്ലെങ്കിൽ ക്രമീകരണങ്ങളിലെ വീഴ്ച കണ്ടെത്താൻ പറ്റും. അത് നടപ്പാക്കണം. പരീക്ഷാ കേന്ദ്രങ്ങള് കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ ട്രാക്കിംഗ് സിസ്റ്റം നമുക്ക് വേണം. ചുരുക്കത്തിൽ ഞാൻ പറയുക, തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയില്ല എന്ന വലിയ ആത്മവിശ്വാസം നമ്മൾ നൽകുന്നില്ലെങ്കിൽ ഇത് ഭരണസ്വാധീനമുള്ളവരുടെ PSC, അതായത് പേഴ്സണൽ സർവീസ് കമ്മീഷൻ വ്യക്തിപരമായി അവരെ സഹായിക്കുന്ന ഒരു സാഹചര്യമായി ഇത് മാറും. അപ്പൊ ഇത്തരം ചർച്ചകളിലൂടെ PSC-യുടെ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മുടെ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരെ ഒരു സാധ്യതയില്ല എന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നും മാത്രമല്ല ദുർബലരെ ഇവിടെ ഒരു സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് കുറവുകളെ പരിഹരിച്ച് മികവുകള് നിലനിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് വന്നാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും, അവര് കാത്തിരിക്കും, അവര് നിയമനം നേടുകയും ചെയ്യും. അതുകൊണ്ട് ഗവൺമെന്റ് കർക്കശമായ നിയമ നടപടികൾ എടുക്കണം. ഈ 10 വർഷക്കാലം നടന്ന എല്ലാ നിയമനങ്ങള്, ചോദ്യപേപ്പറുകൾ, ഇവാലുവേഷൻ, അതിന്റെ റാങ്ക് ലിസ്റ്റ് പോലും അട്ടിമറിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. വിവരാവകാശ കമ്മീഷൻ ഇന്നൊരു ഓർഡർ ഇട്ടു. അതുപോലെ തന്നെ നിരവധി അപേക്ഷകൾ പരിഗണനയിലുണ്ട്, സർക്കാരിന്റെ മുമ്പിലുണ്ട്, വിവരാവകാശ കമ്മീഷന്റെ മുമ്പിലുണ്ട്. അത് പരിഗണിക്കുമ്പോൾ ഒത്തിരി നിഗൂഢമായ പല സത്യങ്ങളും പുറത്തു വരും. അത് കണ്ട് നമ്മൾ പേടിക്കേണ്ട. തീർച്ചയായിട്ടും പുതിയ സർക്കാർ ആ സംവിധാനങ്ങളെ ഒന്ന് നവീകരിച്ച് കാര്യക്ഷമതയുള്ള ഒരു ഉത്തമ കേരളത്തിന്റെ ഏറ്റവും നല്ല മാതൃകയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ മാറ്റണം. അത് മാറും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്കറിയാം PSC-യിലുള്ള ചില സ്വജനപക്ഷപാതം, റാങ്ക് ലിസ്റ്റുകളുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ആളുകളെ പലപ്പോഴും റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളെ പോലും നിയമിക്കാതെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ നടപടികളൊക്കെ PSC-യുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളാണ്. അതൊക്കെ എത്രത്തോളം ആളുകൾ കഷ്ടപ്പെട്ട് എത്രത്തോളം കാലങ്ങള് ഉളച്ചിരുന്ന് പഠിച്ച് എല്ലാം കഴിഞ്ഞ് പരീക്ഷ എഴുതിയ ശേഷം 1ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും PSC-യിൽ വിളിക്കാതെ ജോലി കൊടുക്കാതിരിക്കുന്ന അവസ്ഥ എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും അത് പാടില്ല. കാരണം നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതിയിട്ട് മനഃപൂർവ്വം ആ ലിസ്റ്റ് പരിഗണിക്കണമെങ്കിൽ സർക്കാർ സംവിധാനം എന്ത് ചെയ്യണം? PSC ആശ്രയിച്ചിരിക്കുകയല്ല, വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട്, അവിടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം. അത് വരികയും പരീക്ഷ ഏത് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തോ ആ ലിസ്റ്റിലുള്ളവർക്ക് നിയമനം ബഹുഭൂരിപക്ഷവും കൊടുക്കുമെന്നൊരു സാഹചര്യം വന്നില്ലെങ്കിൽ അത് പരീക്ഷ എഴുതുവാനുള്ള ഒരു മടിപ്പുണ്ടാവും. അനൗദ്യോഗികമായി നമ്മൾ കേൾക്കുന്നത് 40 ലക്ഷം രൂപ വരെ സംഭാവന കൈക്കൂലി കൊടുത്തിട്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബാനറിലാണ് അംഗങ്ങള് ഇന്ന് PSC അംഗങ്ങളായി മാറുക. അത് അനൗദ്യോഗികമായി പലരും കേട്ട് പറഞ്ഞുള്ള അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ചിലരൊക്കെ പരിശ്രമിച്ച് പരാജയപ്പെട്ടപ്പോഴാണ് അവർ പുറത്തു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ മുന്നണി ഭരിക്കുമ്പോഴും അവര് ചെയ്യുന്നത് ഓരോ പാർട്ടികളുടെ നോമിനിയായിട്ട് എടുക്കുമ്പോൾ അവര് ഒപ്പം പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തുക 25 തുടങ്ങി അതിപ്പം 40, 50 ഒക്കെ എത്തി. അങ്ങനെ കേറുന്ന ആ അംഗങ്ങൾ അവരുടെ വലിയ ശമ്പളവും ആനുകൂല്യങ്ങൾ മാത്രമല്ല, അവരപ്പോ അവരുടെ താല്പര്യമുള്ളവരെ ഒരുപക്ഷെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് നിയമിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാവും. അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് നിയമനത്തിന് അപേക്ഷിക്കുന്നവരെ കുറിച്ച് ഗൗരവമായ അന്വേഷണം ഉണ്ടാകുകയും അതിന് ആ നിയമിക്കപ്പെടുന്നവർക്ക് മിനിമം യോഗ്യതകൾ, ധാർമ്മികമായ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുവാൻ സർക്കാർ ശ്രമിക്കണം. മാത്രമല്ല ഇവരെയൊക്കെ നിരീക്ഷിക്കാനുള്ള
ഇന്റലിജൻസ് സംവിധാനം കാര്യക്ഷമമാക്കുകയും ചെയ്യണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അത് പൂർണ്ണമായും ക്യാൻസൽ ചെയ്ത് അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഇനി കേരള സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആ വേദനാജനകമായ ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഴിവുള്ളവർ പരീക്ഷ എഴുതാതെ എല്ലാ നാട്ടിലേക്ക് അവർ കയറിപ്പോകും. അതുകൊണ്ട് പുതിയ ഗവൺമെന്റ് പ്രത്യാശയുള്ള നിരവധി വാഗ്ദാനങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ സർവീസിൽ ജോലി നേടുക എന്നത് കാര്യക്ഷമതയുള്ള എല്ലാ നല്ല യുവതി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ലക്ഷ്യമാക്കി മാറ്റുന്ന തരത്തിലുള്ള കർക്കശമായ വിശ്വാസത വീണ്ടെടുക്കുന്ന ഒരു നടപടിക്രമങ്ങൾ ഈ നാളുകൾ ഉണ്ടാകണം. നമ്മുടെ ഷിഗിനെ അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ഗൗരവമായ ചർച്ചകളും നിരീക്ഷണങ്ങളും സംവാദങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു ഉത്തമ കേരളത്തിന്റെ ഉത്തമ ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്ന ഒരു കർമ്മ പദ്ധതി തന്നെ മുന്നോട്ട് വെക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. വളരെ നന്ദി.